മൺസൂൺ ടൈമിൽ എന്തായാലും പോയിക്കേണ്ട ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ നമ്മൾ ഇന്ന് റൈഡ് ചെയ്യാൻ പോണത് നമ്മുടെ അൾട്രാ വയലറ്റ് കൊച്ചിയുടെ ഒപ്പമാണ്. അവരുടെ അവിടെ നിന്ന് ഞാൻ മാക് 2 F77 ഏറ്റവും റേഞ്ച് കൂടിയ ഒരു ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ ഇന്ന് ഓടിക്കാൻ പോണത്. അപ്പോൾ മഴയൊക്കെ ചെയ്ത് കാരണം നമ്മുടെ റൈഡ് 7 മണിയായപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റൈഡ് ബ്രീഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് നേരെ വിട്ടു. അതിന് തന്നെ കുറച്ച് ഹൈവേ ആയതുകൊണ്ട് നമ്മളെല്ലാവരും വരിവരിയായി നേരെ ഇങ്ങനെ പോയി. നല്ല മഴയുള്ള കാരണം ഞങ്ങൾ പയ്യെയാണ് ആദ്യത്തെ കുറച്ച് ദൂരങ്ങൾ നമ്മൾ കവർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്ന കാരണം കുറച്ച് കഷ്ടപ്പെട്ട് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ പിടിച്ചു ചൊക്കാന ഫോറസ്റ്റിന് അങ്ങോട്ടേക്ക്. റൂട്ട് നല്ല അടിപൊളി, മഴയൊക്കെ പെയ്ത കാരണം ഫുൾ പച്ചപ്പായിരുന്നു. പിന്നെ ഈ ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള സൗണ്ട് നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാട്ടിലൂടെ പോകുമ്പോൾ വണ്ടിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ബാക്കി സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റി. അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ പയ്യെ അങ്ങ് പോയി. ആദ്യം നമ്മൾ കൊണ്ടുപോയി നിർത്തിയത് നമ്മളെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കാണ്. ദ ഫേമസ് ക്രിക്കറ്റ് ഗ്രൗണ്ട്, ആ ഫോറസ്റ്റിൻ്റെ നടുക്കുള്ള ഒരു ഗ്രൗണ്ട്. അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ചൊക്കാന ഫോറസ്റ്റ് വഴി നമ്മൾ നേരെ പോയി നമ്മുടെ ചിമ്മിനി ഡാമിലേക്ക്. അവിടുത്തെ ഡാമിലേക്കുള്ള ഈ റൂട്ട് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളി റോഡാണ്. നല്ല പച്ചപ്പ്, ദൂരെ മല, കോട, മേഘങ്ങളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ്. എന്തായാലും ട്രൈ ചെയ്യണം. ഞങ്ങൾ ചിമ്മിനി ഡാമിലെത്തി. അവിടെ എത്തിയിട്ട് അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ചെയ്തത് വട്ടത്തോണിയുടെ ഒരു പരിപാടിയാണ്. വട്ടത്തോണി കയറ്റി ആ ചേട്ടൻ നമ്മൾ നടുക്ക് കൊണ്ടുപോയി 2-3 ആനനെയൊക്കെ കാണിച്ചത്. പിന്നെ അവിടെ ഇട്ട് കറക്കി നമ്മളെ കുറച്ച് പേടിപ്പിച്ച്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് ആയിരുന്നു. 2 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ റൈഡ് എല്ലാം തീർത്തിട്ട് നമ്മൾ നേരെ തിരിച്ചു വന്നു കൊച്ചിക്ക്. അപ്പോൾ ഈ ഒരു 200+ കിലോമീറ്റർ റൈഡ് F77 വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. എനിക്ക് അത്യാവശ്യം സ്പീഡിലും പോകാൻ പറ്റിയ. തിരിച്ചെത്തിയപ്പോഴും ഒരു 10% ചാർജ് ഉണ്ടായി. എന്നാലും 10% ചാർജിലും വണ്ടി 80+ കിലോമീറ്റർ സ്പീഡിൽ വരെ പോയിട്ടോ. ഈ റൈഡ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ട് വണ്ടി എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഡു ചെക്ക് ഔട്ട് അൾട്രാ വയലറ്റ് കൊച്ചി.